ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോണ ഒരു കഥയാണ്. ഇത് നിങ്ങൾ കഥ എന്ന് മാത്രം എടുക്കരുത്, വേറൊന്നും കൊണ്ടല്ല. ഇതൊരു കഥയിലുപരി നമ്മുടെ നാട്ടിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. തൃശ്ശൂർ പുതുക്കാട് ഉണ്ടായ ഒരു സംഭവമാണ്. അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് പിതാവ് 2 കുഞ്ഞുങ്ങളുടെ അസ്ഥിയോടുകൂടി ഒരു ചെക്കൻ, ആമ്പല്ലൂർ സ്വദേശിയായിട്ടുള്ള ഭാവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെക്കൻ, 25 വയസ്സേ ഉള്ളൂ ആ പയ്യന്. അതായത് എന്നിലും ചെറിയ പ്രായം, ചെറിയ ചെക്കൻ, അവൻ 2 കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായിട്ട് ചെന്നിട്ടാണ് ഒരു വലിയ സത്യം തുറന്നു കാണിക്കുന്നത്. എന്തുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷെങ്കിൽ മനസ്താപമായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷേ അവനത് ചെയ്യുന്നതിന് മുമ്പേ ആവായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അനീഷ 22 വയസ്സുള്ള ലാബ് ടെക്നീഷ്യൻ, ലാബ് ജീവനക്കാരിയായിട്ടുള്ള അനീഷ ഇവനാൽ ഗർഭിണിയാവുകയും ആമ്പല്ലൂരുകാരനായ ഈ പയ്യനാൽ ഗർഭിണിയാവുകയും 2 കുട്ടികൾക്ക് 2021 2024 2 കുട്ടികൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു. ഒരു കുഞ്ഞ് ജനിച്ച് അതിനെ കൊന്ന് കുഴിച്ചു മൂടിയപ്പോൾ അവൾ ഓർത്തില്ല ഇത് തെറ്റാണെന്ന്. ഇന്നവൾ തെളിവെടുപ്പിന് ചെന്നപ്പോൾ അലമുറയിട്ട് കരയണ കണ്ടു. ഒരു കുഞ്ഞിനെ കൊന്നു കുഴിച്ചു മൂടിയപ്പോൾ അതിൻ്റെ അസ്ഥികൾ 4 മാസം 5 മാസം കണ്ട് കഴിഞ്ഞ് അതിൻ്റെ അസ്ഥി പുറത്തെടുത്തപ്പോൾ നീ അറിഞ്ഞില്ലേ ഇത് തെറ്റായിരുന്നു? സ്ത്രീ, നിന്നെ സ്ത്രീ എന്ന് തന്നെ വിളിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അത് കഴിഞ്ഞ് 2024 ജനിച്ച കുഞ്ഞിനെ അവൻ്റെ, അതായത് ഈ ഭാവിൻ്റെ അമ്മയുടെ വീട്ടിൻ്റെ പരിസരത്ത് കൊണ്ടുവന്ന് കുഴിച്ചിടുന്നു. അതിനെയും ഒരു 4 മാസം കഴിഞ്ഞ് ആ അസ്ഥി മാന്തി എടുക്കുന്നു. മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനം നിനക്കൊക്കെ ഉണ്ടോ? ഞാൻ അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. ഇങ്ങനെ കൊന്നു കുഴിച്ചു മൂടി അതിൻ്റെ തെളിവ് നശിപ്പിക്കാനെന്നോണൊക്കെ ആ അസ്ഥി തിരിച്ച് മാന്തി എടുക്കാനും വേണ്ടിയിട്ടായിട്ട് എന്ത് ക്രൂരതയാണ് ആ ജീവനോടെ ആ കുഞ്ഞു കുരുന്നുകൾ നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുള്ളത്. നിൻ്റെയൊക്കെ ഒരു നേരത്തെ സുഖത്തിന്, ഞാൻ എന്നും പറയുന്നതാണ്, എല്ലാ വീഡിയോസിലും റിയാക്റ്റീവ് വീഡിയോസിലും ഞാൻ പറയണം, നിൻ്റെയൊക്കെ ഒരു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കോണ്ടം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. പച്ചക്കങ്ങ് പറയുവാന്നേ, കോണ്ടം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. ഈ കാണിച്ച നെറുകേടിന് നിനക്കൊക്കെ അതൊക്കെ വാങ്ങിച്ചിടുകയാണെങ്കിൽ ഒന്നുമില്ല. ആ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ നിൻ്റെയൊക്കെ രക്തത്തിൽ ജനിച്ചു എന്നുള്ളതെങ്കിലും, നീച പ്രവൃത്തി ഇത്രയും നികൃഷ്ടമായ നിൻ്റെയൊക്കെ രക്തത്തിൽ ജനിച്ചു എന്നുള്ളതെങ്കിലും ഒന്ന് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റുമല്ലോ. അങ്ങനെ ജനിച്ചില്ല എന്നുള്ളൊരു സമാധാനമെങ്കിലും നമുക്കൊക്കെ ഉണ്ടായേനെ. നിനക്കൊക്കെ ഇനി വേണ്ട, ഇനിയിപ്പോൾ ആയിപ്പോയി, പ്രഗ്നൻ്റ് ആയിപ്പോയി, വയറ്റിൽ ചുമന്ന് ആരും അറിയാണ്ട്, വീട്ടിലുള്ളവർ പോലും അറിയാണ്ട് അവൾ കൊണ്ടു നടന്ന് പ്രസവിച്ചു. അമ്മത്തൊട്ടിലുണ്ട്, മനസ്സിലായോ? അമ്മത്തൊട്ടിലുണ്ട്, അനാഥാലയങ്ങളുണ്ട്, ഇഷ്ടംപോലെ അതായത് കുടുംബങ്ങൾ ഒരു കുഞ്ഞ് വേണം, സ്വന്തം രക്തത്തിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വേണം. പക്ഷെ അതിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നും അവർക്കില്ല. അതുകൊണ്ട് മാത്രം ഒരു കുഞ്ഞിനെ ദത്തെടുക്കാത്ത ഒരുപാട് ദമ്പതികളുണ്ട്. നീയൊക്കെ പുഴുവരിച്ച് ചാവും. പറയണോണ്ടൊന്നും വിചാരിക്കല്ലേ. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പം എഫ് ബിയിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ കണ്ട് പരിചയപ്പെട്ട് സ്നേഹിച്ച് ജീവിക്കുന്ന എത്രയോ നല്ല ആൾക്കാരുണ്ട്. ഇതിനെയൊക്കെ സ്നേഹമെന്നോ പ്രേമമെന്നോ ബന്ധമെന്നോ അല്ല പറയണ്ടേ, കടി, കാമക്കടി, മുള്ളുമുരിക്കുണ്ടല്ലോ, നല്ല മുള്ളുമുരിക്ക് എടുത്തിട്ട് തുണി ഉരിഞ്ഞിട്ട് അതേന്ന് മേളിൽ നിന്ന് താഴെ വരെ വലിക്കേണ്ട കടിയാണ് നീയൊക്കെ തീർത്തിട്ടുള്ളത്. ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എത്ര എളുപ്പമാണെന്നറിയാം. ഒരുപാട് അറിഞ്ഞിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ എത്ര അപമാനം സഹിച്ചിട്ടായാലും ശരി തന്നെ, എത്ര നാണക്കേട് സഹിച്ചിട്ടായാലും ശരി തന്നെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ആ കുഞ്ഞിനെ പ്രസവിക്കും, അതിനെ ജീവനോട് തന്നെ വളർത്തും എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്നെയൊക്കെ ഉണ്ടല്ലോ, നിൻ്റെയൊക്കെ ബലം എന്തുവാണെന്നറിയോ? അതും കൂടെ ഞാൻ പറയാം. നിൻ്റെയൊക്കെ ബലം, നീയൊക്കെ നട്ടല്ലോടെ നടുനിവർത്തി നിൽക്കണത് ഇന്ത്യയിലായതാണ്, മനസ്സിലായോ? ഇതേ വേറെ ഏതെങ്കിലും നാട്ടിലായിരുന്നേ ഇന്ന് നിൻ്റെയൊക്കെ ഇനി നടക്കാൻ പോണവരെ പറഞ്ഞുതരാം. ഇപ്പം കൊണ്ടിട്ടോളുമാരൊക്കെ ഇല്ലേ, അവളുമാരുടെയൊക്കെ കൂടെ തന്നെ തീറ്റി പോറ്റാൻ മട്ടനും ചിക്കനും ചോറും സദ്യയും ചപ്പാത്തിയും ഒക്കെ ആയിട്ട് തിന്ന് കൊഴുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിടും. കൊഴുത്ത് നെയ് മുറ്റി പന്നികളാക്കിയിട്ട് വെളിയിലോട്ട് ഇറക്കി വിടും. പിന്നെ ഇറ്റങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. എല്ലാം ഈ നിയമത്തിനെയും നീതിപീഠത്തെയും വിശ്വസിക്കാതിരിക്കാൻ പറ്റണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. വിശ്വസിക്കാം, പക്ഷേ ഇതിലെ ഓരോ കാര്യങ്ങളിലും വീഴ്ചകളുണ്ട്. ആ വീഴ്ചകൾ തിരുത്തി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇതിൽ വിശ്വസിച്ച് ഒരു സാധാരണക്കാരൻ മുന്നോട്ട് ഇറങ്ങുള്ളൂ.
ഒരു കാര്യം, നിസ്സാര ഒരു കാര്യം, നമുക്കൊരു പ്രശ്നം, എന്നെ ഒരുത്തൻ ഞോണ്ടി, ഞാൻ അവൻ്റെ പേര് കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് ആദ്യം വിചാരിക്കും. പിന്നെ ഞാൻ തന്നെ വിചാരിക്കും അതിൻ്റെ പിറകിന് നടക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നടക്കുക തന്നെയുള്ളൂ. ഇന്ന് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. എൻ്റെ ഓരോ വീഡിയോയുടെ അടിയിലും നെഗറ്റീവ് കമൻറ്റ് അല്ലെ ബാഡ് കമൻറ്റ് വരുന്നതിനെ ഞാൻ ഇഗ്നോർ ചെയ്ത് വിടും. എന്തുകൊണ്ട്? ഇതിൻ്റെ പുറകിന് നടക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം ഇത് ഇന്ത്യയാണ്, ഇവിടുത്തെ നിയമം ഇങ്ങനെയാണ്. ഒരിടത്ത് ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇതിൻ്റെ ഫോർമാലിറ്റീസ് ഇങ്ങനെയാണ്, ഇതിൻ്റെ മറ്റത് ഇങ്ങനെയാണ്, തെളിവുകളില്ല, എവിഡൻസ് ഇല്ല, ദൃക്സാക്ഷികളില്ല, മറ്റതില്ല മറിച്ചതില്ല. ഇല്ലാത്തത് മാത്രമേ നിങ്ങൾ കാണുള്ളൂ. സത്യം അലച്ച് വിളിച്ച് പറഞ്ഞാൽ ഇല്ലാത്തത് മാത്രമേ നിങ്ങൾ തേടുകയുള്ളൂ, ഉള്ളതിൻ്റെ പറയുന്നത് നിങ്ങൾ പോകില്ല. ഈ നിയമത്തിൽ വിശ്വസിച്ച് നിൽക്കുന്നത് എന്തിൻ്റെ ബലത്തിലാണ്? എത്ര കുഞ്ഞുങ്ങളെയാണ് ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് കൊന്നു തള്ളിയിട്ടുള്ളത്? അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മയുടെ ബന്ധുക്കാരായിക്കോട്ടെ, അച്ഛൻ്റെ ബന്ധുക്കാരായിക്കോട്ടെ, കണ്ടവരും കടിയവരും എല്ലാം ഇത് തന്നെയാണ് ചെയ്യുന്നത്. മാറി ചിന്തിക്കണം. മാറ്റം അനിവാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റണം. ഒരു നിയമത്തിൽ മാറ്റം ആവശ്യമാണ്. ഒരു നിയമം അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ ഉള്ള ശിക്ഷ അത് കുറവാണ് എന്ന് തോന്നുന്നിടത്ത്, അത് അതിൽ പോരായ്മ ഉണ്ട് എന്ന് തോന്നുന്നിടത്ത് അത് മാറ്റി തന്നെ വേണം. ഒരു മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അത്രയും സങ്കടത്തോടെ ആ കുഞ്ഞുങ്ങളുടെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കട്ടെ. ആ നാറിയ ചീഞ്ഞ രക്തത്തിൽ ജനിച്ചതിന്, ഈ ഭൂമിയിൽ വന്ന് ജനിച്ചതിന്, ഈ കേരളത്തിൽ വന്ന് ജനിച്ചതിന് അത് നിങ്ങളുടെ അടുത്ത് ഞാൻ മാപ്പ് പറയണു. ഇത്രയേ ഉള്ളൂ. ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ അടങ്ങില്ല. വേറെ ഒന്നുകൊണ്ടല്ല ഞാനിത് പറയണത്. എൻ്റെ ചാനലിലെ ലോങ് വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ലോങ് വീഡിയോസിന് വ്യൂ കുറവാണ്. ഞാൻ വ്യൂവിന് വേണ്ടി ചെയ്യണമല്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ഞാനതൊരിക്കലും വ്യൂവിന് വേണ്ടി ചെയ്യണമല്ല. ഇത് ഞാൻ ചെയ്യണതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യത്വം. നമുക്കുള്ളിലെ മനുഷ്യത്വം നമ്മുടെ അടുത്ത് പറയും, നീ ഇത് അലറി വിളിച്ച് പറ, ആൾക്കാർ കേൾക്കട്ടെ, വേണമെങ്കിൽ കേൾക്കട്ടെ. ഞാൻ പറയാനുള്ളത് ഞാൻ ചെയ്യും, ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. വേണ്ടവർ കേൾക്കട്ടെ, അല്ലാത്തൊരു തള്ളിക്കളഞ്ഞ് നടക്കട്ടെ. മറ്റുള്ളവൻ്റെ കുടുംബത്തിൽ നടക്കുമ്പോൾ അതൊരു സംഭവവും, അവനവൻ്റെ കുടുംബത്തിൽ നടക്കുമ്പോൾ മാത്രം അതൊരു വിഷമവുമായി മാറുന്നതാണ് മനുഷ്യത്വം ഇല്ലാത്തതുങ്ങൾ. അപ്പം നിയമത്തിൽ ഇനിയും കടുത്ത ശിക്ഷകളും കടുത്ത നിയമങ്ങളും കർശനമായ നിയമങ്ങളും വരണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുകയാണ്, വൈൻഡപ്പ് ചെയ്യാണ്. അത്രേ ഉള്ളൂ. ഇത് കാണുന്നവരടുത്തും എനിക്ക് പറയാനുള്ളതാണ്, സ്വന്തം മക്കളിൽ വിശ്വാസം അർപ്പിക്കുന്നത് നല്ലതാണ്, അല്ലെന്ന് ഞാൻ പറയില്ല. തെറ്റ് കണ്ടാൽ ശിക്ഷിക്കുക തന്നെ വേണം. അവർ തെറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ വേണം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. ഒരാണെന്നാൽ എന്താണ്, ഒരു പെണ്ണെന്നാൽ എന്താണ്, ലൈംഗികത എന്നാൽ എന്താണ്, പഠിപ്പിച്ച് കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതെല്ലാവർക്കും ദഹിച്ചെന്ന് വരില്ല. ദഹിക്കാത്തവരുടേതായ വഴിക്ക് പോവുക. ഇത് മനസ്സിലാകും, കണക്റ്റഡ് ആവും, റിലേറ്റബിൾ ആവണ കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്യണമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ.